ഹൂത്തികൾ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ സൈനിക താവളം ആക്രമിച്ചതായി റിപ്പോർട്ട്. വടക്കൻ ഇസ്രായേലിലെ ഹൈഫയിലാണ് സംഭവം. വടക്കൻ ഇസ്രായേലിലെ പല പ്രദേശങ്ങളിലും ഇന്നലെ ഹൂത്തി ആക്രമണം ഉണ്ടായതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹൈഫയുടെ കിഴക്കൻ പ്രദേശത്തുള്ള രാമത് ഡേവിഡ് എയർബേസ് ലക്ഷ്യമാക്കിയാണ് ഹൂത്തി മിസൈൽ എത്തിയത്. ഫലസ്തീൻ 2 എന്ന് പേരിട്ട ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയതെന്ന് ഹൂത്തി സൈനിക വക്താവ് യഹ്യ സാരി അറിയിച്ചു. ആക്രമണം വിജയകരമായിരുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം ഭേദിച്ച് മിസൈൽ ലക്ഷ്യസ്ഥാനത്ത് തന്നെ പതിച്ചെന്നാണ് സാരി പറയുന്നത്. ഇസ്രായേലിന്റെ ഏറ്റവും തന്ത്രപ്രധാന സൈനിക താവളങ്ങളിലൊന്നാണ് രാമത് ഡേവിഡ് എയർബേസ്. F-16 ഉൾപ്പെടെയുള്ള അത്യാധുനികമായ യുദ്ധവിമാനങ്ങളാണ് ഈ താവളത്തിലുള്ളത്. നീളമേറിയ റൺവേയും അതീവ സുരക്ഷാ സന്നാഹങ്ങളുള്ള യുദ്ധവിമാന ഷെൽട്ടറുകളും ഈ താവളത്തിലുണ്ട്. ഇതേ എയർബേസ് താവളമാക്കിയാണ് ലെബനാനും സിറിയയും ലക്ഷ്യമാക്കിയുള്ള സൈനിക ഓപ്പറേഷനുകൾ നടത്താറുള്ളത്. ഗസയിൽ ഇസ്രായേൽ തുടർന്ന ആക്രമണത്തിനുള്ള തിരിച്ചടിയാണ് മിസൈൽ ആക്രമണമെന്ന് യഹ്യ സാരി പറഞ്ഞു. അടിച്ചമർത്തപ്പെടുന്ന ഫലസ്തീൻ ജനതയ്ക്കും അവരുടെ ചെറുത്തുനിൽപ്പ് പോരാളികൾക്കുമുള്ള ഉറച്ച പിന്തുണ നൽകാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു നടപടി. ഫലസ്തീൻ ചെറുത്തുനിൽപ്പ് പോരാട്ടങ്ങൾക്ക് തുടർന്നും യമനിന്റെ പിന്തുണയുണ്ടാകും. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ച് ഗസ ഉപരോധം പിൻവലിക്കും വരെ സൈനിക ഓപ്പറേഷൻ തുടരുമെന്നും യഹ്യ സാരി മുന്നറിയിപ്പ് നൽകി. അതേസമയം യമനിൽ നിന്നെത്തിയ മിസൈൽ വിജയകരമായി തകർത്തെന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടത്. മിസൈൽ വിക്ഷേപിച്ചതിന് പിന്നാലെ ഇസ്രായേൽ നഗരങ്ങളിലെല്ലാം അപായ സൈറൺ മുഴങ്ങിയിരുന്നു. ആളുകൾ ബങ്കറുകളിലേക്ക് മാറുകയും ചെയ്തു. വ്യോമ പ്രതിരോധ സംവിധാനം തകർത്ത മിസൈലിന്റെ അവശിഷ്ടങ്ങളാണ് താഴെ പതിച്ചതെന്നുമാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം. അതിനിടെ ഹൂത്തി മിസൈൽ ആക്രമണ ഭീഷണിയെ തുടർന്ന് വെള്ളിയാഴ്ച വടക്കൻ ഇസ്രായേലിലെ 250ഓളം പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും അപായ സൈറൺ മുഴങ്ങിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹൈഫ, നസറേത്ത്, അബൂല, വാദിയറ മേഖലകൾ ലക്ഷ്യമിട്ടായിരുന്നു ഹൂത്തി ആക്രമണം. ഷെൽട്ടറുകളിലേക്ക് മാറുന്നതിനിടെ ഒരു ഇസ്രായേലിക്ക് പരിക്കേറ്റെന്നാണ് റിപ്പോർട്ട്. ഗാദിഷിലെ ജൂത കുടിയേറ്റ പ്രദേശത്താണ് മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് അപകടമുണ്ടായത്. അധിനിവേശ ഫലസ്തീന്റെ വടക്കു മേഖലയിലെ തമ്രയിലും മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് അപകടമുണ്ടായതായി വിവരമുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ചയും ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഹൂത്തി ഡ്രോണുകൾ എത്തിയിരുന്നു. ടെല്ലവീവ്, അഷ്കലോൺ എന്നിവിടങ്ങളിലെ സൈനിക താവളങ്ങളും തന്ത്രപ്രധാന മേഖലകളും ലക്ഷ്യമിട്ടായിരുന്നു വ്യോമാക്രമണം. യാഫ ഡ്രോണുകൾ ലക്ഷ്യം കൈവരിച്ചെന്നാണ് ഹൂത്തികൾ അവകാശപ്പെട്ടത്. എന്നാൽ വ്യോമാക്രമണ നീക്കം മിസൈൽ ഡിഫൻസ് സിസ്റ്റം തകർത്തിട്ടുണ്ടെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും അവകാശപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ലെബനാനിൽ നിന്ന് 100ലേറെ റോക്കറ്റുകൾ വടക്കൻ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി എത്തിയിരുന്നു. ആക്രമണ ഭീതിയെ തുടർന്ന് ഈ മേഖലയിൽ അടുത്ത ആഴ്ച വരെ സ്കൂളുകൾക്ക് അവധി നൽകിയതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ഹൈഫയിൽ ആളുകൾ ഒരുമിച്ച് കൂടിയുള്ള പരിപാടികൾക്ക് സൈന്യം നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മേഖലയിൽ സ്കൂളുകളെല്ലാം അടഞ്ഞുകിടക്കുകയും ബിസിനസ് സ്ഥാപനങ്ങളുടെ ഓഫീസുകൾ കാലിയാണെന്നുമാണ് ഹൈഫ സ്വദേശിയായ പാട്രീസ് വോൾഫ് അൽ ജസീറയോട് വെളിപ്പെടുത്തിയത്. ഹൂത്തി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ US യുദ്ധവിമാനം കടലിൽ തകർന്നു വീണതായുള്ള റിപ്പോർട്ടുകൾ ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു. US യുദ്ധക്കപ്പലായ USS ഹാരി എസ് ട്രൂമാനിൽ ഉണ്ടായിരുന്ന ബോയിങ് F-18 സൂപ്പർ ഫോർനെറ്റ് വിമാനമാണ് കടലിൽ പതിച്ചത്. ചെങ്കടലിൽ സൈനിക ഓപ്പറേഷൻ നടത്തുന്നതിനിടെയായിരുന്നു സംഭവം. ടൗ ട്രാക്ടറുകൾ യുദ്ധവിമാനം കെട്ടിവലിക്കുന്നതിനിടെയായിരുന്നു ഹൂത്തി മിസൈലുകൾ എത്തിയത്. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി USS ട്രൂമാൻ പെട്ടെന്ന് വെട്ടിത്തിരിയാൻ ശ്രമിച്ചതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട വിമാനം കടലിലേക്ക് പതിക്കുകയായിരുന്നു. ട്രാക്ടറിലുണ്ടായിരുന്ന നാവികർ സൂപ്പർ ഫോർനെറ്റിനെ കടലിൽ വീഴാതെ സുരക്ഷിതമാക്കാൻ നോക്കിയെങ്കിലും ഫലം കണ്ടില്ലെന്ന് US വൃത്തങ്ങളെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തിരുന്നു.